ഇന്നേ ദിവസം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയും UK-യും തമ്മിലുള്ള കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് നിലവിൽ വരികയാണ്. ഈ കരാറിലൂടെ ബ്രിട്ടനിൽ നിന്നും നിയന്ത്രണമില്ലാതെ വസ്തുക്കൾ, ചരക്കുകൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇത് കേരളത്തിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയാകെ, പൊതുവെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെയും പ്രതിസന്ധികൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോഴുണ്ടാക്കിയ, ഇന്ന് നിലവിൽ വന്ന കരാറനുസരിച്ച് ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കം 15% നിന്ന് 3% കുറയും. ഇത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ദൂരവ്യാപകമായ രീതിയിൽ, ഫലമുളവാക്കുന്ന രീതിയിൽ ബാധിക്കും. ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിലപാടിനെതിരായും കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കപ്പെട്ടത്. ഇപ്പോൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ, ഇന്ത്യ പോലെ വളർന്നു വരുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ അമേരിക്കയായാലും ബ്രിട്ടനായാലും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത.